ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച്. യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്ന് കാണുന്നു, ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞ് കാണുന്നു. അതുകൊണ്ട് പേടിക്കേണ്ടതുണ്ടോ, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊക്കെ. നമ്മുടെ യൂട്യൂബ് ചാനലിന് സ്ട്രൈക്ക് വന്നതാണോ, ഞങ്ങൾക്ക് ഓൾറെഡി ഒരു സ്ട്രൈക്ക് ഉണ്ട്, 2 സ്ട്രൈക്ക് ഉണ്ട്, അപ്പോൾ നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആകുമോ, ഇതുകൊണ്ട് വല്ല ഇഷ്യൂ ഉണ്ടോ, സാധാരണ ഇങ്ങനെ വ്യൂസിന്റെ കാര്യത്തിലൊക്കെ വരാറുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇത് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ, അപ്പൊ അതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. അപ്പൊ തുടക്കത്തിൽ തന്നെ പറയാം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അലേർട്ടാണെന്ന് പറയാം. കാരണം സാധാരണ നമുക്ക് യൂട്യൂബിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ, നമ്മുടെ വ്യൂസ് അപ്ഡേറ്റ് ആകാതിരുന്നാൽ, അതുപോലെ നമ്മളെ വാച്ച് ടൈം വരാതിരുന്നാൽ, നമുക്ക് റവന്യൂ അപ്ഡേറ്റ് ആകാതിരുന്നാൽ നമ്മളൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതുപോലെ യൂട്യൂബ് നോട്ടിഫിക്കേഷൻ അയക്കും, എന്നിട്ട് നമുക്ക് അത് തിരിച്ചു തരും. അപ്പൊ നമ്മൾ ഹാപ്പിയാണ്. അതുവരെ വ്യൂസ് അപ്ഡേറ്റ് ആയിട്ടില്ല, റവന്യൂ അപ്ഡേറ്റ് ആയിട്ടില്ല. പക്ഷെ യൂട്യൂബ് ആ ഒരു പ്രോബ്ലം കണ്ടെത്തിയിട്ട് നമുക്ക് ആ ഒരു റവന്യൂ, ആ ഒരു വ്യൂസ് ഒക്കെ തിരിച്ചു തരാറുണ്ടല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണത്. എന്നാൽ ഇതുപോലെ ഇവിടെ കോപ്പിറൈറ്റ് സ്ട്രൈക്കും നമുക്ക് യൂട്യൂബ് തിരിച്ചു തരികയാണ്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് കിട്ടിയവർക്ക് യൂട്യൂബിന്റെ ഭാഗത്തു നിന്ന് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല എന്നുള്ളത് യൂട്യൂബ് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളൊക്കെ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഡെയിലി ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ടായിരിക്കും. നമ്മുടെ ചാനലിന് എത്ര റവന്യൂ കയറി, വ്യൂസ് കയറി, വല്ല സ്ട്രൈക്കും വന്നിട്ടുണ്ടോ. സ്ട്രൈക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഹോം പേജിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടും കുഴപ്പമൊന്നുമില്ല, നമ്മൾ സേഫ് ആണ്. ഇതുവരെ സ്ട്രൈക്ക് കിട്ടാത്തവർ ഹാപ്പിയാണ്. 2 സ്ട്രൈക്ക് കിട്ടിയവരൊക്കെ വളരെ ടെൻഷൻ അടിച്ചിട്ട് ഇതുവരെ കുഴപ്പമൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ പോവുമായിരിക്കും. എന്നാൽ യൂട്യൂബ് ഇവിടെ പറയുന്നത്, ആ ദിവസങ്ങളിലുള്ള വീഡിയോക്ക് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് കിട്ടിയവർക്ക് നോട്ടിഫിക്കേഷൻ എത്താത്ത ഒരു പ്രോബ്ലം ഉണ്ട്. അത് ഞങ്ങൾ പരിഹരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ സ്ട്രൈക്കിന്റെ നോട്ടിഫിക്കേഷൻ അവിടെ കാണാം. അപ്പൊ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ മുമ്പത്തെ സ്ട്രൈക്കിന്റെ നോട്ടിഫിക്കേഷൻ ആയിരിക്കും എന്നുള്ളതാണ് യൂട്യൂബ് പറയുന്നത്. അപ്പൊ ഇതൊരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ ഒരു നിമിഷം വരെ നമ്മളൊക്കെ വിചാരിക്കുന്നത് എന്റെ ചാനലിന് കുഴപ്പമൊന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ യൂട്യൂബിന്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു മിസ്റ്റേക്ക് ആണ് സ്ട്രൈക്ക് കിട്ടിയവർക്കൊന്നും നോട്ടിഫിക്കേഷൻ പോകുന്നില്ല എന്നുള്ളത്, പോയിട്ടില്ല എന്നുള്ളത്. യൂട്യൂബ് അത് സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി മുതൽ നമ്മൾ എപ്പോഴാണോ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുന്നത്, അപ്പൊ നിങ്ങൾക്ക് ആ സ്ട്രൈക്കിന്റെ നോട്ടിഫിക്കേഷൻ അവിടെ വന്നിട്ടുണ്ടാകും. യൂട്യൂബ് അത് പരിഹരിച്ചിട്ടുണ്ട് കുറെയൊക്കെ എന്നാണ് നമ്മളോട് പറയുന്നത്. ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ഭയങ്കര സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മളൊക്കെ ഇതുവരെ നമ്മുടെ ചാനലിന് കുഴപ്പമൊന്നും ഇല്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഇനി ഈ ഒരു യൂട്യൂബ് സ്റ്റുഡിയോ ഈ ഒരു സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ചിലരെങ്കിലും ഇതിൽ പെടാൻ സാധ്യതയുണ്ട്. കാരണം നമുക്കറിയാം, 90% ആളുകൾക്കും ഒരു പക്ഷേ ആ ഒരു സമയത്ത് സ്ട്രൈക്ക് വന്നിട്ടില്ലായിരിക്കാം. പക്ഷെ സ്ട്രൈക്ക് വരുന്നവരും ഉണ്ടായിരിക്കുമല്ലോ. പക്ഷെ അവർ ആ ഒരു നിമിഷം അത് അറിയാതെ പോയി എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരു പക്ഷെ ആ ഒരു 10% നമ്മളും പെടാം. അപ്പൊ എല്ലാവരും നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ട് യൂട്യൂബിന്റെ ഭാഗത്തു നിന്ന് വന്ന ഈ ഒരു എറർ കാരണം ഇപ്പോ സ്ട്രൈക്ക് കാണിക്കുന്നുണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. മാത്രമല്ല, നിങ്ങൾ ഇതുപോലെയുള്ള നോട്ടിഫിക്കേഷൻ ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഒരു സ്ട്രൈക്കും 2 സ്ട്രൈക്കും ഒക്കെ കിട്ടിയ ഒരുപാട് ക്രിയേറ്റേഴ്സ് യൂട്യൂബിൽ വളരെ സേഫ് ആയിട്ട് ഇങ്ങനെ അലേർട്ടായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വരാതിരിക്കുന്നത് തീർച്ചയായിട്ടും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന് പറയാം. അപ്പൊ യൂട്യൂബിന്റെ ഭാഗത്തു നിന്ന് വന്നൊരു മിസ്റ്റേക്ക് ആണ്. പക്ഷെ നമ്മൾ അതിന് ഒരു വലിയ വില ചിലരെങ്കിലും കൊടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. അപ്പൊ യൂട്യൂബ് എന്തായാലും ഈ ഒരു പ്രോബ്ലം പരിഹരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വിഷയമാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിലൂടെ യൂട്യൂബ് നമ്മളെ അറിയിച്ചത്. സാധാരണ വ്യൂസും വാച്ച് ടൈമും അപ്ഡേറ്റ് ആകാത്തതാണ് വരാറുള്ളത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിഹരിക്കുമ്പോൾ നമ്മൾ ഹാപ്പിയാണ്. പക്ഷെ ഈ ഒരു പ്രോബ്ലം അവർ പരിഹരിക്കുമ്പോൾ ചിലർക്കെങ്കിലും ഇത് ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമ്മളൊന്നും അതിൽ പെടാതിരിക്കട്ടെ. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ അതുപോലെ നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടണും കൂടി അമർത്തുക. മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.